നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ആ പച്ചപ്പിലേക്കൊന്ന് നോക്കുക. നമ്മൾ ഈ മൃഗങ്ങളെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് കാണുക, കിളികളൊക്കെ പോകുന്നത് കാണുക. നമ്മൾ എണീറ്റ് കഴിഞ്ഞെന്നാൽ നമ്മുടെ അന്നത്തെ കാര്യങ്ങളിലേക്കൊന്ന് പ്ലാൻ ചെയ്യുക. നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴാണെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് അത് തന്നെ ആലോചിച്ച് നാളത്തെ ദിവസം ഏറ്റവും ഭംഗിയായിട്ട് പൂർത്തീകരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്തുകൊണ്ട് നമുക്ക് ജോലിയിലേക്ക് കടക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ രാവിലെ എണീറ്റുമ്പോൾ നമ്മൾ ചെയ്തെന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പോസിറ്റീവ് ഗുണങ്ങൾ തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ജോസ്. വെൽ ബിഗൺ ഇസ് ഹാഫ് ഡൺ എന്ന് പറയാം. നന്നായിട്ട് തുടങ്ങിയെന്ന അത് പകുതി ചെയ്ത് തീർന്നതുപോലെ തന്നെയാണ്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ 6 മണിക്ക് അലാം വെച്ചിട്ടുണ്ടെങ്കിൽ അതടിക്കുമ്പോഴത്തേക്കും ഒന്ന് സ്നൂസ് ചെയ്യും. 5 മിനിറ്റ് സ്നൂസ് ചെയ്ത് അവസാനം 8 മണിക്ക് എണീറ്റിട്ട് പല്ല് തേച്ച് കുളി പോലും കഴിക്കാതെ നമ്മുടെ ജോലിക്കോ അല്ലെങ്കിൽ പഠിത്തത്തിനോ ഓടുന്ന ഒരു കാഴ്ചയാണ് പലപ്പോഴും ചെറുപ്പക്കാരുടെ ഇടയിൽ കാണാറുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ വിചാരിക്കേണ്ടത് നമ്മുടെ ഈ സമയം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ദിവസവും രാത്രി 12 മണി ആകുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ടിൽ ഒരു 84,400 രൂപ നിക്ഷേപിക്കപ്പെടുന്നു എന്ന് വിചാരിക്കുക. അടുത്ത 12 മണി വരെ അതിന് ആയുസുള്ളൂ. ഈ 12 മണിക്കുള്ളിൽ 86,400 രൂപ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യും അല്ലേ? കൃത്യമായിട്ട് അത് ബഡ്ജറ്റ് നോക്കി അത് ഷെഡ്യൂൾ ചെയ്ത് കൃത്യമായി അത് നമ്മൾ ഉപയോഗിച്ച് തീർത്തിരിക്കും. കാര്യം അടുത്ത 12 മണി ആകുമ്പോഴത്തേക്കും അത് തീരും. എന്ന് പറഞ്ഞതുപോലെയാണ് സമയം. നമ്മുടെ ഒരു ദിവസത്തെ സെക്കൻഡുകളുടെ എണ്ണമാണ് ഈ 86,400. അപ്പോൾ ഈ പണവും സമയവും കൃത്യമായിട്ട് ബഡ്ജറ്റ് ചെയ്ത് വിനിയോഗിക്കാൻ പറ്റിയെന്നാൽ നമ്മൾ സമർത്ഥനായിട്ടുള്ള ഒരു പഠിപ്പിസ്റ്റാകും, നല്ല ഒരു അഭിനേതാവാകും, അല്ലെങ്കിൽ നല്ലൊരു കുടുംബസ്ഥനാകും, നല്ല ഒരു ജോലിക്കാരനാകും. നമുക്ക് എല്ലാ രീതിയിലും ജീവിതം ഉയർച്ചയിലേക്ക് എത്തും. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ നമുക്ക് ഈ ഷൂട്ടുണ്ടായിരുന്നു എന്ന് ആദ്യമേ തന്നെ പറഞ്ഞു. നമുക്കറിയാം, രാവിലെ എണീക്കുമ്പോഴത്തേക്കും കിളികളുടെ കളാരവൊക്കെ നന്നായിട്ട് കേൾക്കാൻ പറ്റും. അവരും ഏറ്റവും ആക്റ്റീവായിട്ടുള്ള സമയം അതാണ്. ഇപ്പോൾ രാവിലെ 6 മണിക്ക് തന്നെ എണീറ്റിട്ട് ഈ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കും അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷമാണ്. ഈ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ചില പിള്ളേരുടെ ജാതകം പോലെയാണ്. ചിലപ്പോൾ അത് നന്നാവും, ചിലപ്പോൾ അത് ശരിയാവത്തില്ല. ചിലർ നല്ല കണ്ടൻറ്റുള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആരും കാണത്തില്ല, തീരെ വ്യൂസ് ഉണ്ടാകത്തില്ല. എന്നാൽ വലിയ കണ്ടൻ്റ് ഒന്നും ഇല്ലാത്ത വ്യൂസ് നമ്മൾ അധികം പ്രിപ്പയർ ചെയ്യാതെ ചെയ്യുന്ന സാധനമാണെങ്കിലും പെട്ടെന്ന് അങ്ങ് കയറിപ്പോവും. എന്തു തന്നെയായിരുന്നാലും ഈ പ്രിപ്പറേഷൻ എന്ന് പറയുന്ന സംഗതി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞെന്നാൽ അത് കൃത്യമായിട്ട് നടപ്പിലാക്കുകയും ചെയ്തെന്നാൽ അത് അതിൻ്റെ ജാതകം എന്ത് തന്നെയായിരുന്നാലും 90% അത് നല്ല രീതിയിൽ പോകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ വീഡിയോസും ഇപ്പം നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് ആണ് നമ്മൾ എടുക്കുന്നതും അത് ഏറ്റവും രാവിലെ തന്നെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള സമയത്ത് തന്നെ എടുക്കാനായിട്ടും ശ്രദ്ധിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫോൺ എടുത്തിട്ട് ആദ്യമേ തന്നെ ഒന്ന് നോക്കുക. മിക്കവാറും ഏതെങ്കിലും ഒരു ന്യൂസ് ചാനലിൽ നിന്ന് ഒരു കട്ട നെഗറ്റീവ് സംഭവം കേട്ടിട്ടായിരിക്കും നമ്മുടെ ജീവൻ തുടങ്ങുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ ഏതെങ്കിലും ഒരു ചൊറിയുന്ന മെസ്സേജ് അയച്ചു, ഒരു കൂട്ടുകാരി എന്തെങ്കിലും പിണങ്ങിയുള്ള ഒരു സ്മൈലി അയച്ചു. ഇതൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ എണീക്കുന്നത് തന്നെ. നമ്മുടെ ജീവിതം, അന്നത്തെ ദിവസത്തെ ജീവിതം അതോടെ കട്ടപ്പുകയായി പോകും. പകരം ആദ്യത്തെ 2 മണിക്കൂർ നമ്മൾ ഈ ഫോൺ കൈ കൊണ്ട് തൊടാൻ പോകണ്ട. ആ സമയത്ത് വിളിച്ചെന്നാലും എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അവർ പിന്നെ വിളിച്ചോളും, അല്ല നമുക്ക് പിന്നീട് തിരിച്ചു വിളിക്കാം അങ്ങോട്ട്. ആ 2 മണിക്കൂർ നമ്മൾ പ്രകൃതിയിലേക്കൊന്ന് ഇറങ്ങി ആ പച്ചപ്പിലേക്കൊന്ന് നോക്കുക. നമ്മൾ ഈ മൃഗങ്ങളെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് കാണുക, കിളികളൊക്കെ പോകുന്നത് കാണുക. ആ സമയത്ത് പുറത്തുകൂടി ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് നടന്നു കഴിഞ്ഞാൽ ഭയങ്കരമായൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. അത് ഫ്ലാറ്റിലുള്ളവരാണെന്നുണ്ടെങ്കിലും താഴെ ഒന്ന് ഇറങ്ങി നമ്മുടെ ഭൂമിയിലേക്കൊന്ന് കാലൂന്ന് നിന്ന് ആ പോസിറ്റീവ് എനർജി സ്വന്തമാക്കിയതിന് ശേഷം മാത്രം നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കുക. അതേപോലെ രാവിലെ എണീറ്റ ഉടനെ തന്നെ 2-3 ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറൊക്കെ ഒന്ന് ക്ലീനായി നമ്മുടെ ഇൻഡസ്ട്രീനൊക്കെ ഒന്ന് ഫ്ലഷ് ഔട്ട് ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള വേസ്റ്റും എല്ലാം അങ്ങ് പുറന്തള്ളാനായിട്ട് സഹായിക്കും. ഒരു 3 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ കാര്യം, നമ്മൾ ബ്രഷ് ചെയ്ത് നമ്മൾ മുഖമൊക്കെ ഒന്ന് കഴുകി കുളിയൊക്കെ കഴിഞ്ഞ് പറ്റുമെങ്കിൽ രാവിലെ തന്നെ ഒന്ന് കുളിക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അപ്പോൾ 2 നേരം നമുക്ക് തല കുളിക്കാൻ പറ്റുക, അല്ലെങ്കിൽ മേല് കഴുകിയാലും മതി. അപ്പോൾ നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ശുദ്ധമാക്കുന്നത് തീർച്ചയായിട്ടും നമുക്കും ആ ഒരു എനർജി പ്രദാനം ചെയ്യും. ഈ കുളി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും കൂടി ഒരു
ഒരു ക്ലെൻസിങ് പ്രോസസ്സാണ് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ദൈവാരൂപിയോട് മനസ്സുകൊണ്ടെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ ഈ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒന്നും നമ്മൾ കൂടുതൽ വിശ്വസിക്കാൻ പോകണ്ട. പള്ളിയിൽ പോകണം, അമ്പലത്തിൽ പോകണം. ഇപ്പം പല അമ്മച്ചിമാരോടും പറയാറുണ്ട്, അവർ രാവിലെ 5 മണിക്ക് എണീറ്റിട്ട് പള്ളിയിൽ പോകുന്നു. നമ്മൾ അവിടെ പോയി കർത്താവിനെ വിളിച്ചെണീപ്പിക്കേണ്ട കാര്യമില്ല. ഒരു ദൈവത്തെ നമ്മൾ മുട്ടി വിളിച്ചെണീപ്പിക്കേണ്ട കാര്യമില്ല. അവർ അവരുടെ കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോയിക്കോളും. നമ്മൾ ആ ദൈവത്തെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചാൽ മാത്രം മതിയാകും. അതിനുവേണ്ടി സമയം കളയണ്ട. ഈ മഞ്ഞും മഴയൊക്കെ കൊണ്ടിട്ട് അതിന് പോകേണ്ട കാര്യവുമില്ല. അടുത്ത കാര്യം, നമ്മൾ എണീറ്റ് കഴിഞ്ഞെന്നാൽ നമ്മുടെ അന്നത്തെ കാര്യങ്ങളിലേക്കൊന്ന് പ്ലാൻ ചെയ്യുക. ഈ ഇമേജിങ് ടെക്നിക്ക് എന്ന് പറഞ്ഞുണ്ട്. ഇപ്പം നമുക്ക് ഇന്ന് ഞാൻ രാവിലെ എണീക്കുമ്പോഴത്തേക്ക് എൻ്റെ ദൈവമേ, അവിടെ ഇനി സ്കൂളിൽ പോയിട്ട് എന്തെല്ലാം പഠിക്കണം, എന്തെല്ലാം ചെയ്യണം, അവിടുത്തെ ഹോംവർക്കിന് ഇനി ആ ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് വഴക്കും തല്ലും ഒക്കെ കിട്ടുമോ എന്ന് വിചാരിച്ച് ആ ഒരു നെഗറ്റീവ് എനർജിയോടുകൂടി പോയി കഴിഞ്ഞാൽ സംഭവം മോശമാകും. അതുപോലെ തന്നെ ഞാനാണെങ്കിലും ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോഴത്തേക്കും ഇന്നൊരു 50 പേഷ്യൻ്റ് ഉണ്ടാകും. ഞാൻ സാധാരണ 50 IP ആണ് 50 OP ടിക്കറ്റാണ് കൊടുക്കാറുള്ളത്. ബാക്കി കുറേ ടെലി കൺസൾട്ടേഷൻ ഉണ്ടാകും. അപ്പം 50 കഴിയുമ്പോഴും ചില പേഷ്യൻസ് ഒന്ന് റിക്വസ്റ്റ് ചെയ്യും, ഡോക്ടറെ OP എടുത്തോട്ടെ, ടിക്കറ്റ് എടുത്തോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അത് എടുത്തോളാൻ പറയും. അപ്പം നമ്മൾ ഇന്ന് തന്നെ നമുക്ക് പറ്റുന്നത്രയും കൂടുതൽ വർക്ക് ചെയ്യാനായിട്ടും കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടാനായിട്ടും ആ ഒരു പോസിറ്റീവ് അഫർമേഷനോട് കൂടി പോകാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ജോലി ചെയ്യുമ്പോഴത്തേക്കും ഇന്ന് കൂടുതൽ ജോലി വരട്ടെ, കൂടുതൽ ആൾക്കാർ വരട്ടെ എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ജോലി ചെയ്യുന്നതിനും ജസ്റ്റ് ഡു ഇറ്റ് വിത്ത് എ സ്റ്റൈൽ എന്ന് പറയും. നമുക്ക് ആ ഒരു സ്റ്റൈലോടുകൂടി ആ ഒരു പുഞ്ചിരി മായാതെ നമുക്ക് ആ പുഞ്ചിരിയോടുകൂടി തന്നെ ആ ആറ്റിറ്റ്യൂഡോടുകൂടി തന്നെ നമ്മുടെ ജോലിക്കും പഠനത്തിനും എന്ത് കാര്യത്തിനും ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള സംതൃപ്തിയുണ്ട്. നമ്മുടെ ജോലി ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും സംതൃപ്തി ഉണ്ടാകുന്നത്. ഒരു ക്ലീനിങ് ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ആ ക്ലീനിങ് പ്രോസസ്സിനെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പം അവിടുത്തെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മളത് ഏറ്റവും വ്യക്തമായിട്ട് പറ്റുമെങ്കിൽ 100% പെർഫെക്റ്റായിട്ട് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ സംതൃപ്തിയാണ്, നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ആ പുഞ്ചിരിയാണ് നമ്മുടെ ജീവിതത്തിനും ഒരു ധന്യത കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ലോ അഫർമേഷൻ ടെക്നിക്കും ഇമേജിങ്ങും ഒക്കെ നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴാണെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് അത് തന്നെ ആലോചിച്ച് നാളത്തെ ദിവസം ഏറ്റവും ഭംഗിയായിട്ട് പൂർത്തീകരിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്തുകൊണ്ട് നമുക്ക് ജോലിയിലേക്ക് കടക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഉറക്കത്തിലോട്ട് വഴുതി വീഴാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് പറയുന്നത് വളരെ അർത്ഥപൂർണ്ണമായിട്ടുള്ളൊരു പഴഞ്ചൊല്ലാണ്. നല്ല രീതിയിൽ തുടങ്ങിയെന്നാൽ നമുക്ക് അത് പകുതി ചെയ്ത് തീർത്ത പോലെ തന്നെയാണ്. മുഴുവൻ നല്ല ഭംഗിയായിട്ട് ചെയ്ത് തീർത്ത് ആ ജോലിയെല്ലാം നല്ലപോലെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഒരു കവിവചനമുണ്ട്, അന്നന്നു ചെയ്തു തീർക്കേണ്ടത് അന്നന്നു ചെയ്തു തീർക്കണം, പിന്നേക്ക് മാറ്റി വെച്ചിടിയിൽ കുന്നുപോലെ അവ കൂടിടുമെന്ന്. അപ്പോൾ അന്നത്തെ ജോലി മുഴുവനായിട്ടും ചെയ്തു തീർത്തിട്ട് വീട്ടിൽ ചെന്ന് കയറി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാൻ പോകുമ്പോഴത്തേക്കും ഉള്ള ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. എല്ലാവർക്കും നല്ല ആരോഗ്യം ആശംസിക്കുന്നു, നല്ല സന്തോഷമുള്ളൊരു ജീവിതം ആശംസിക്കുന്നു. താങ്ക് യു.